ആ പച്ച പച്ചേ ആ പച്ച പച്ചേ. ഇപ്പോൾ ആകെ ഒരു പച്ചമായി ഹരിക്കുന്നു എൻ്റെ ചാനൽ. എന്ത് ചെയ്യാം, വീണ്ടും ഒരു പച്ചയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു ഗൈസ്. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ തന്നിട്ടുള്ളൊരു ഓർഡറായിരുന്നു. അതും പച്ചയാണ്. പച്ചകളിൽ പല പച്ചകളുണ്ടല്ലോ, ഇത് വേറൊരു സൈസ് പച്ച, ആകെ പച്ച. അങ്ങനെ ഇത് ഒരു കുർത്തിയാണ്. കുർത്തിയിൽ സ്ലീവിൽ മാത്രം വർക്ക് ചെയ്യാനാണ് അവർ തന്നിരിക്കുന്നത്. സിമ്പിൾ വർക്ക് മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സിമ്പിളാക്കാൻ നോക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ നമ്മൾ ഒരു ലൈൻ ജർദോസ് കൊടുത്തു, പിന്നെ 2 ലൈൻ കട്ട് ബീഡ് കൊടുക്കുകയാണ്. ഈ കട്ട് ബീഡ് നമ്മൾ 2 ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് മാർക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം വരുന്ന വഴിയെ നമുക്ക് കാണാം. ഓക്കെ, 2 ലൈൻ അങ്ങനെ കട്ട് ബീഡ് കൊടുത്തു. ഇനി നമുക്ക് ഡോട്ട് ഇടുക. ഇങ്ങനെ ഇതുപോലെ ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്ക് ചെയ്യുന്ന എന്തിനാ? ഇതിൻ്റെ അകത്തൂടെ നമുക്ക് സീക്വൻസ് വർക്ക് ചെയ്യാനുണ്ട്. സീക്വൻസിൻ്റെ ഫ്ലവറാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ സീക്വൻസിൻ്റെ ഫ്ലവർ കൊടുക്കുകയാണ് ഗൈസ്. മനസ്സിലായോ? കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഡോട്ടിൽ കൂടെ എല്ലാം നമുക്ക് സീക്വൻസിൻ്റെ ഫ്ലവറാണ് കൊടുക്കേണ്ടത്. സീക്വൻസിൻ്റെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പെട്ടെന്ന് കഴിയാൻ നോക്കിയാൽ കഴിയുകയല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ പറയാനാ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ ഞാൻ എന്നെ പറയാനൊന്ന് ഓർത്തിരിക്കുക. അതൊക്കെ അവിടെ അതങ്ങനെ കഴിഞ്ഞു. നമ്മൾ സീക്വൻസിൻ്റെ ഫ്ലവറെല്ലാം കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് റ വരയ്ക്കുക. റായി കൂടെ നമ്മളിനി ഷുഗർ ബീഡ് കൊടുക്കുക. ഷുഗറല്ല, സോറി, കട്ട് ബീഡ് കൊടുക്കുക. അങ്ങനെ അതും ഇപ്പം കഴിയുമായിരിക്കുമല്ലേ? ഓക്കെ, എല്ലാം കഴിഞ്ഞു, വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ താഴത്ത് എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ ഒരു 5 ഇഞ്ച് വിട്ടിലാണ് മുകളിലും നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 2 ലൈൻ കട്ട് ബീഡ് കൊടുത്ത് അത് കഴിഞ്ഞ് സീക്വൻസ് കൊടുത്ത് പിന്നെ റ വരച്ചതിന് ശേഷം നമ്മൾ ഈ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ 3 ചെയിനും 1 ബീഡും 3 ചെയിന് 1 ബീഡ് 3 ചെയിന് 1 ബീഡ് ആ ഒരു റേഷ്യയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈൻ കൊടുക്കുന്നത്. അങ്ങനെ ലൈനും ഫിനിഷായി, എല്ലാം ഫിനിഷായി. ടോപ്പിൻ്റെ വർക്കും കഴിഞ്ഞ്, ടോപ്പ് തയ്ച്ചും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്. ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കസ്റ്റമർ തന്നിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ. പിന്നെ ഷോളിലും ഞാൻ വർക്ക് ചെയ്തു. എൻ്റെ ഷോളിൻ്റെ വർക്ക് ഞാൻ മറന്നുപോയി ഗൈസ് ഷൂട്ട് ചെയ്യുക. ഇത് ഞാൻ സ്കാലപ്പ് മെഷീനിൽ ചെയ്താണ്. പിന്നെ അതിനകത്ത് 1 സൈഡ് കട്ട് ബീഡ്, ഇതുപോലെ തന്നെ 1 സൈഡ് കട്ട് ബീഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ. ടോപ്പ് ഫുള്ളും കണ്ടിട്ട് പോയല്ലേ, എന്നാലും ഇത്രയൊക്കെ വന്നില്ലേ? അത് തന്നെ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.